റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള 15,000 രൂപയുടെ മികച്ച ഫോണായിട്ടുള്ള റിയൽമി 7ന്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റിയൽമിയുടെ നമ്മൾ ഇത്ര നാൾ കണ്ടിരുന്ന ബോക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബോക്സ് തന്നെ വന്നേക്കുന്നത്. ഇതിൽ സൽമാൻ ഖാൻ്റെ ഒക്കെ അടിപൊളി പാടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ റിയൽമി 7 സോണി 64MP കോഡ് ക്യാമറ പറഞ്ഞിട്ടുണ്ട്. ഹീലോ G95 ഗെയിമിംഗ് പ്രോസസ്സറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 വാട്ട് ഡാർക്ക് ചാർജ് 5000 mAh ബാറ്ററിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 90 Hz അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് വരാം. താഴെ മെയിനായിട്ടുള്ള കാര്യമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ, അതായത് അസംബിൾ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണെന്ന് കൊടുത്തേപ്പുണ്ട്. നമുക്ക് ബോക്സിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആണ്. കേസും ഡോക്യുമെന്റേഷനും ഒക്കെ ആയിരിക്കും ഇതിൽ വന്നേക്കുന്നത്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. കൂടെ വന്നിരിക്കുന്നത് 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ചാർജർ എന്നാണ് കമ്പനി പറയുന്നത്. ഇൻ ദ ബോക്സ് ഫാസ്റ്റ് ചാർജർ റിയൽമി 7നോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടെ വന്നിരിക്കുന്നത് ഒരു സി ടൈപ്പ് ചാർജിങ് കേബിളാണ്. കേബിളിൻ്റെ അകത്തും ഒരു യെല്ലോ ടോണിംഗ് ഒക്കെ കൊടുത്തേപ്പുണ്ട്. ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു TPU കേസ് തന്നിട്ടുണ്ട്. വളരെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കേസാണ്. പിന്നെ ബാക്കി ഡോക്യുമെന്റേഷനും സേഫ്റ്റി ഗൈഡും വാറണ്ടി ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തേപ്പുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഫോൺ കവർ പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് മിസ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ്. അടിപൊളി ഒരു ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് അഥവാ പോളികാർബണേറ്റ് ബിൽഡാണ്. പ്ലാസ്റ്റിക് എന്ന് പറയാമെങ്കിലും വളരെ നല്ലൊരു പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലാസ് ബാക്ക് പോലെ തന്നെ ഒരു ഫീൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. AG സ്പ്ലിറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേഡിയൻറ്റ് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫോണിന് 2 കളർ വേരിയൻറ്റുകളാണ് ഉള്ളത്. മിസ്റ്റ് വൈറ്റ് എന്നും മിസ്റ്റ് ബ്ലൂ എന്നും പറഞ്ഞ 2 കളർ വേരിയൻറ്റുകളുണ്ട്. നമ്മുടെ കയ്യിരിക്കുന്നത് മിസ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ ലോക്ക് ബട്ടണും ഫിംഗർ പ്രിന്റ് സെൻസറോട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ കൊടുത്തേപ്പുണ്ട്. ടോപ്പ് പോർഷനിൽ ഒന്നും തന്നെ കൊടുത്തേപ്പില്ല. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേയും വോളിയം റോക്കേഴ്സുമാണ് തന്നിരിക്കുന്നത്. ബോട്ടം പോർഷനിലേക്ക് വരികയാണെങ്കിൽ 3.5mm ജാക്കും നോയിസ് ക്യാൻസലേഷൻ മൈക്കും സ്പീക്കർ ഗ്രില്ലും അതുപോലെ തന്നെ USB Type-C പോർട്ടുമാണ് തന്നിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് വളരെ ഭംഗിയായിട്ട് കൊടുത്തേപ്പുണ്ട്. റിയൽമിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്യാമറ മൊഡ്യൂൾ സെറ്റപ്പിനെ ഒരു പരത്തി വെച്ച് കുറച്ചുകൂടെ വലുതാക്കിയതുപോലെ ഒരു സ്ക്വയർ മൊഡ്യൂളാണ് ഇത്തവണ റിയൽമി അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ ഫോണിൻ്റെ ബാക്ക് കാണുമ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് തോന്നുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 അല്ല. പിന്നെ ഇതിൻ്റെ സിം സ്ലോട്ട് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അഥവാ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിം ഒരു മെമ്മറി കാർഡ് ഒരേ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫീലാണ്. ഈസി ആയിട്ട് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 198 grams ആണെങ്കിലും അത്രയും ഒരു വെയിറ്റ് പോലും ഈ ഒരു ഫോൺ കയ്യിലിരിക്കുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് പോകാനായിട്ട് പറ്റും. ഫോണിൻ്റെ തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എപ്പോഴും പോക്കറ്റിൽ നിന്ന് എടുക്കുകയോ അങ്ങനെ വെക്കുകയോ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് കയ്യിൽ നിന്ന് വഴുതി പോകാതെയൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ഈ ഫോണ് പറ്റും. 6.5 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടെ 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 120 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂടെ റിയൽമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ 480 nits വരുന്നത് കൊണ്ട് തന്നെ ഔട്ട്ഡോർ എക്സ്പീരിയൻസ് ആണെങ്കിലും ബ്രൈറ്റർ സൺലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിലും വളരെ ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും. വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു റേഞ്ചിൽ ഗ്ലാസ് ബാക്ക് ഉള്ള മറ്റു ഫോണുകൾ ലഭിക്കുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു ഗ്ലാസ് ബാക്ക് ഇല്ലാത്തതിൻ്റെ പോരായ്മ ഒന്നും ഈ ഒരു ഫോണിലില്ല. ആ ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിൽ പോലും വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീൽ തരുന്നുണ്ട്. പക്ഷേ ഇൻ ഹാൻഡ് ഫീൽ ആണെങ്കിൽ ഗ്ലാസ് ബാക്കുള്ള ഫോണുകൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വില കൂടിയ ഫോണുകളാണെന്നൊരു ഫീൽ തരും. പക്ഷേ ഈ ഒരു ഫോൺ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കയ്യിലിരുന്ന് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റു ആൾക്കാർ നോക്കുമ്പോൾ ഒന്നും യാതൊരു തരത്തിലുള്ള പോരായ്മകളും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ വെയിറ്റ് കുറവാണെന്ന്. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഈ ഫോൺ നമുക്ക് ഉപയോഗിച്ച് കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ പെട്ടെന്ന് ആക്സിഡൻറ്റ് താഴെ വീണ് കഴിഞ്ഞാൽ ബാക്ക് പൊട്ടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. പ്രൈമറി ക്യാമറയിലേക്ക് വരുമ്പോൾ സോണിയുടെ IMX682 സെൻസറാണ് വന്നിരിക്കുന്നത്. നേരത്തെ റിയൽമി 6ൽ സാംസങ്ങിൻ്റെ സെൻസറായിരുന്നു. അത് റീപ്ലേസ് ചെയ്ത് സോണിയുടെ സെൻസറായിട്ട് റിയൽമി 7ൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. 8MB ഒരു അൾട്രാ വൈഡ് സെൻസറും പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസർ കൊടുത്തേപ്പുണ്ട്. ഒപ്പം തന്നെ ഒരു 2MB മാക്രോ സെൻസർ കൂടെ തന്നേപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ 16MB ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ പ്രൊസസ്സർ തന്നെയാണ്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. ആ ഒരു ചിപ്സെറ്റ് വെച്ച് ഇറങ്ങുന്ന ആദ്യത്തെ ഫോണാണ് Realme 7 എന്ന് പറയുന്നത്. വളരെ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ട് തന്നെ ഉള്ള ഒരു പ്രൊസസ്സറാണിത്. AnTuTu സ്കോർ വരികയാണെങ്കിൽ ഏകദേശം 3 lakhിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. Realme X2 Proയിലൊക്കെ വരുന്നത് പോലെ കാർബൺ കൂളിംഗ് സിസ്റ്റം ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോൺ ഹീറ്റ് ആവുന്ന അവസരത്തിൽ ഫോൺ പെട്ടെന്ന് തന്നെ കൂളായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണോ G95 എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകൾക്കെല്ലാം തന്നെ സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണുകളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് ഒരു പടി മുകളിൽ നിൽക്കുന്നത് ഈ ഒരു G95ൻ്റെ പ്രൊസസ്സർ ആയിരിക്കും. ഗെയിമിംഗ് ഒക്കെ ഫ്രെയിം ഡ്രോപ്പ് ഒന്നുമില്ല, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഫോണിൽ നമുക്ക് കളിക്കാൻ പറ്റും. സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറുകളിൽ ഗെയിമിംഗ് നടത്തുന്ന സമയത്ത് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഒക്കെ കൂടുതലായിരിക്കും. ഗെയിം കളിക്കുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ലഭിക്കുന്നത്. അതായത് ചാർജ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കുറയത്തൊന്നുമില്ല. എന്നാൽ ഈ ഒരു G95 പ്രൊസസ്സറിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറുകൾ ഉള്ളതിനേക്കാളിലും കുറച്ച് സ്പീഡിൽ ചാർജ് കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ആ രണ്ട് കാര്യം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസസ്സർ അടിപൊളി ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറുള്ള ഫോണുകളിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫോണിൽ നമുക്ക് വരുന്നില്ല. റാം വരുമ്പോൾ LPDDR4X റാമും UFS 2.1ൻ്റെ സ്റ്റോറേജുമാണ് വരുന്നത്. Android 10 ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള Realme UI ആണ് ഫോണിന് വന്നിരിക്കുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഈ ഒരു OS-ൽ നിന്ന് ലഭിക്കുന്നത്. ഏകദേശം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിനോട് അടുത്ത് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ഓരോ OS-ലൂടെ ലഭിക്കുന്നത്. വളരെ ക്ലീനും സ്മൂത്തും ആയിട്ടുള്ള ഒരു OS-ഉം ഒപ്പം തന്നെ ആഡ്സുകളോ ബ്ലോട്ട്വെയറുകളോ ഒന്നും ഇതിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആഡ്സ് മാത്രമേ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ആഡ്സ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഓവറോൾ പറയാം. ഇനി ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് ഇൻ ദ ബോക്സ് Realme 7ൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ആകുന്നത് കൊണ്ട് തന്നെ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് HD വീഡിയോസ് ഒക്കെ സ്ട്രീം ചെയ്യാനായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ സാധിക്കും. ഫോൺ അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അല്ലാതെ വെള്ളത്തിൽ മുക്കിയൊന്നും വെക്കാൻ പറ്റത്തില്ല. ചെറിയ മഴച്ചാറിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ ഫോണിന് സാധിക്കും. ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ വേരിയൻറ്റുകളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ 6GB 64-ന് 14,999 രൂപയും 8GB 128-ന് വരുമ്പോൾ 16,999 രൂപയാണ് വരുന്നത്. ഒരു 15,000 രൂപ കൊടുത്ത് ഈ ഒരു ഫോൺ എടുക്കുന്നത് നഷ്ടമാണോ ലാഭമാണോ? അതായിരിക്കും നമ്മുടെ ഒരു ഒറ്റ ചോദ്യം. ഒറ്റ വാക്കിൽ ഉത്തരവും അറിയാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ പറയാം, 15,000 രൂപയ്ക്ക് വാല്യൂ ഫോർ മണി ആണ് എന്ന് തന്നെ ഞാൻ ഈ ഒരു ഫോണിനെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്, 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്, വളരെ ക്ലീനും സ്മൂത്തും ആയിട്ടുള്ള ഒരു OS നമുക്ക് ലഭിക്കുന്നുണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള G95 എന്ന് പറയുന്ന പ്രൊസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ 64 MB സോണിയുടെ IMX682 എന്ന് പറഞ്ഞ ക്യാമറ ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളും പാക്ക് ചെയ്തിട്ടുള്ളൊരു ഓൾറൗണ്ടറാണ് ഈ ഒരു ഫോണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ 15,000 രൂപയ്ക്ക് അത്രയും കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് 15,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ എടുക്കുന്നത് നഷ്ടമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഫോണാണോ നല്ലത് അതോ പോക്കോ M2 Pro ആണോ ബെറ്റർ എന്ന് ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ അതിന് പരിഹാരം കാണുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പോക്കോ M2 Proയും അതുപോലെ Realme 7 തമ്മിലുള്ള ഡീറ്റെയിൽഡ് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്.